വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. അണ്ടർ 19 വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. ഇന്ത്യൻ ടീം ഫൈനലിൽ ഏത് ടീമിനെയാണ് തോൽപ്പിച്ചത്? ഏത് ടീമിനെയാണെന്ന് അറിയാമോ? ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത്. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ സ്പേസ് ഡോക്കിംഗ് ദൗത്യത്തിന്റെ പേര് എന്താണ്? സ്പെയ്ഡെക്സ് എന്നാണ്. സ്പെയ്ഡെക്സിനെ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് എന്നുകൂടി വിളിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സ്പെയ്ഡ് ഡോക്കിംഗ് എന്നാണ്. എന്താണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ? രണ്ട് വ്യത്യസ്ത പേടകങ്ങൾ ബഹിരാകാശത്ത് വെച്ച് കൂട്ടി യോജിപ്പിക്കുന്ന ദൗത്യത്തിന് വിളിക്കുന്ന പേരാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യമായി ആര് മാറുകയാണ്? ഇന്ത്യ മാറുകയാണ് കേട്ടോ. ഈ രാജ്യങ്ങൾക്ക് പുറമെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സും ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, പുതിയ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഇദ്ദേഹം എവിടുത്തെ ഗവർണർ ആയിരുന്നു? ബീഹാർ ഗവർണർ ആയിരുന്നു. അപ്പൊ നമ്മുടെ ഗവർണർ പദവി ഒഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടത്തെ ഗവർണർ ആണ് എന്നും കൂടെ നമ്മൾ പഠിക്കുക. അദ്ദേഹം ബീഹാറിന്റെ ഗവർണറായിട്ട് ചുമതലയേറ്റു. അപ്പൊ ബീഹാറിന്റെ ഗവർണർ ഇങ്ങോട്ടും ഇവിടുത്തെ ഗവർണർ ബീഹാറിലോട്ടും പോയി. അപ്പൊ ബീഹാർ ഗവർണർ ആരാണിപ്പോ? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ, ബ്രിക്സിൽ പുതിയതായിട്ട് അംഗത്വം നേടിയ രാജ്യം ഏതാണ്? ബ്രിക്സിലെ പുതിയ അംഗരാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ബ്രസീലാണ്. ഈ ബ്രസീലാണ് ഇന്തോനേഷ്യ കൂട്ടായ്മയിലെ പൂർണ്ണാംഗമായി വിവരം നമ്മളെ അറിയിക്കുന്നത്. ഇതോടെ ബ്രിക്സിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്രയായി കൂടെ ഓർത്തു വെക്കുക. എത്രയായി? 10 കേട്ടോ. 2006 സെപ്റ്റംബർ 20 ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിയുടെ 61ാം സമ്മേളനത്തോടനുബന്ധിച്ചാണ് ബ്രിക് കൂട്ടായ്മ, അതായത് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന എന്ന കൂട്ടായ്മയുടെ ആദ്യത്തെ യോഗം നടക്കുന്നത്. അതിനുശേഷം 2011 കൃത്യം പറയുകയാണെങ്കിൽ 11 ഏപ്രിൽ 14 ദക്ഷിണാഫ്രിക്കയെ കൂടെ ചേർത്തപ്പോഴാണ് അതെന്തായി മാറിയത്? ബ്രിക്സ് ആയിട്ട് മാറുന്നത്. പിന്നീട് ഈജിപ്ത് വന്നു, എത്യോപ്യ വന്നു, ഇറാൻ വന്നു, സൗദി അറേബ്യ, UAE അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ വന്ന് ഇപ്പോ 10ാമത്തെ അംഗമായിട്ട് ആര് മാറാണ്? ഇന്തോനേഷ്യ മാറാണ്. അത് ഓർത്തു വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായ ഏത് സമ്മേളനത്തിന്റെ 100ാം വാർഷികമാണ് കടന്നുപോയത്? ഏത് സമ്മേളനാണ്? അതിനു മുമ്പ് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ബെൽഗാം സമ്മേളനം. കർണാടകയിലെ ബെൽഗാമില് 1924 ഡിസംബർ 26 ഒരു കോൺഗ്രസ് സമ്മേളനം നടക്കുകയാണ്. ഗാന്ധിജി അധ്യക്ഷ പദവി ഏറ്റെടുത്തത് ഒരേ ഒരു തവണ മാത്രമാണ്. അത് ഈ ബൽഗാം സമ്മേളനത്തിലാണ്. ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറയാണ്, കോൺഗ്രസ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുക എന്നെ സംബന്ധിച്ചിടത്തോളം വീരത്വപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു എന്ന് ഗാന്ധിജി പറയാണ് കേട്ടോ. ഏതില്? ഈ ബൽഗാം സമ്മേളനത്തില്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നെക്സ്റ്റ് വൺ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത തുരങ്കപാത ഏതാണ്? ഈ അടുത്ത് ഒരു പാത അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അതൊരു ഇരട്ട വരി തുരങ്കപാതയാണ്. ഏതാണത്? സോനാമാർഗ് തുരങ്കപാത എന്നാണ് അതിന്റെ പേര്. എന്താണ്? അപ്പോൾ ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇരട്ട വരി തുരങ്കപാതയുടെ പേരാണ് സോനാമാർഗ് തുരങ്കപാത. ഇത് സോനാമാർഗിനെയും സോനാമാർഗിനെയും ഗഗൻഗീറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ സമുദ്രനിരപ്പിൽ നിന്നും 8650 അടിയോളം ഉയരത്തിലുള്ളതാണ് ഈ തുരങ്കപാത. 2012
ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. അപ്പോ എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി ബോർഡർ റോഡ് ഓർഗനൈസേഷൻ തയ്യാറാക്കിയത് എന്ന് കൂടി ഓർക്കുക. സോജില തുരങ്ക പദ്ധതിയുടെ ഭാഗമായിട്ട്. അപ്പൊ സോജില തുരങ്ക പദ്ധതിയുടെ ഭാഗമായി ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇരട്ടവരി തുരങ്ക പാതയുടെ പേര് സോനാമാർഗ് തുരങ്ക പാത എന്നാണ്. സോനാമാർഗിനെയും ഗഗൻഗീറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ തുരങ്ക പാത ട്ടോ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള ചോദ്യം ഏതാന്ന് ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വതന്ത്ര വിജ്ഞാന കോശമായ, എല്ലാവർക്കും അറിയാം സ്വതന്ത്ര വിജ്ഞാന കോശം, വിക്കിപീഡിയ കേട്ടിട്ടുണ്ട് അല്ലെ. വിക്കിപീഡിയയുടെ എത്രാമത്തെ വാർഷികമാണ് ജാനുവരി 15-ന് കടന്നുപോയത്? ഈ 2015 ജാനുവരി 15-ന് വിക്കിപീഡിയയുടെ എത്രാമത്തെ വാർഷികമായിരുന്നു? സ്വതന്ത്ര വിജ്ഞാനകോശം വിക്കിപീഡിയയുടെ എത്രാമത്തെ വാർഷികമായിരുന്നു? വിക്കിപീഡിയയുടെ 25ാമത്തെ വാർഷികമായിരുന്നു. വിക്കിപീഡിയ 2001 ജാനുവരി 15-നാണ് രൂപീകരിക്കണേ. ആരൊക്കെ ചേർന്നാണ് തുടങ്ങിയത്? ജിമ്മി വെൽസും ലാറി സാഞ്ചറും. ഓർക്കണം, ജിമ്മി വെൽസും ലാറി സാഞ്ചറും ചേർന്ന് 2001 ജാനുവരി 15-ന് ആരംഭിച്ച വിക്കിപീഡിയ ഈ വർഷം 25 വർഷം പൂർത്തിയാക്കുകയാണ്. ആദ്യം ഇംഗ്ലീഷിൽ മാത്രമാണ് വിക്കിയുടെ സേവനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 312 ഭാഷകളിൽ ഇതിന്റെ സേവനം ലഭ്യമാണ്. ആഗോളതലത്തിൽ ഏറ്റവും അധികം സന്ദർശകരുള്ള 5ാമത്തെ വെബ്സൈറ്റ് കൂടിയാണ് വിക്കി എന്ന് നമ്മൾ ഓർക്കുക. 2002-ലാണ് മലയാളം വിക്കി പ്രവർത്തനം ആരംഭിച്ചത് എന്നും കൂടി ഓർക്കണം. 2002. അടുത്തത്, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജാനുവരി 15-ന്? അപ്പൊ 2025 ജാനുവരി 15-ന് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ വാർഷികം നടക്കാണ്. 150ാമത്തെ വാർഷികം. വിക്കിപീഡിയയുടെ 25ാമത്തെ വാർഷികവും അതുപോലെ തന്നെ ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ 150ാം വാർഷികവും ആഘോഷിക്കുകയാണ്. 1875 ജാനുവരി 15-നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായത്. 1875 ജാനുവരി 15. അപ്പോ ചുരുക്കം ചില മഴ മാപിനികളുമായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു 1875 നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അതിനുശേഷം ഇപ്പോൾ നേപ്പാൾ, മാലിദ്വീപ്, ശ്രീലങ്ക, ബംഗ്ലാദേശ്, മൗറീഷ്യസ് തുടങ്ങി 13 രാജ്യങ്ങൾക്ക് കാലാവസ്ഥാ സേവനം നൽകുന്ന നിരീക്ഷണ കേന്ദ്രമായി ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മാറിയിട്ട. കാലാവസ്ഥാ പ്രവചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മൗസം എന്ന മൊബൈൽ ആപ്പും ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിനുണ്ട്. കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഏത് പ്രവർത്തിക്കുന്നത്? ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആസ്ഥാന ഭവനത്തിന് വിളിക്കുന്ന പേര് മൗസം ഭവൻ എന്നാണ്. എന്താണ്? മൗസം ഭവൻ എന്നാണ് പേര്. അടുത്ത ചോദ്യം, ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്നത് ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? ഏത് രാജ്യത്തിന്റെ അറിയോ? കുവൈത്തിന്റെ പരമോന്നത ബഹുമതിയാണ്. അപ്പൊ സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് രാഷ്ട്ര തലവന്മാർക്ക്, വിദേശ പരമാധികാരികൾക്ക്, വിദേശ രാജകുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെയാണ് ഈ ബഹുമതി ആര് നൽകുക? കുവൈത്ത് സർക്കാർ നൽകുക. ഇപ്പൊ 2024 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിൽ എത്തിയപ്പോൾ കുവൈറ്റ് സർക്കാരിന്റെ ദ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അവർ സമ്മാനിക്കുകയുണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുവൈറ്റിന്റെ ബഹുമതി ലഭിച്ചു എന്നത് കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് ഇത് എന്നുകൂടെ ഓർക്കാം. അദ്ദേഹത്തിന് ലഭിക്കുന്ന 20ാമത്തെ അന്താരാഷ്ട്ര ബഹുമതിയാണ് ഇത് എന്നും കൂടെ ഓർക്കണം ട്ടോ. അടുത്തത്, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പുതിയ ഒരു അധ്യക്ഷൻ വന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പുതിയൊരു അധ്യക്ഷൻ വരികയാണ്. അദ്ദേഹം ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2016 നോട്ട് നിരോധനമൊക്കെ നടന്നത് നമുക്കറിയാം. ആ നോട്ട് നിരോധനം സംബന്ധിച്ച ഹർജികളിൽ വാദം കേട്ട സുപ്രീം കോടതി ബെഞ്ചിൽ അംഗമായിരുന്ന വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അദ്ദേഹം നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷനാണ്.
ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് അല്ലെ. ഇനി ഇദ്ദേഹത്തിന് മുമ്പ് ആരായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ എന്നുകൂടി നമ്മൾ ഓർത്തുവെക്കാം. അരുൺ മിശ്രയായിരുന്നു. അദ്ദേഹം 2024 ജൂണില് പദവി ഒഴിയുണ്ടായി. പക്ഷെ 2024 ഡിസംബറിലാണ് പുതിയ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി അധ്യക്ഷനായി, മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കുന്നത്. അപ്പൊ ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. അപ്പൊ ഒരു 10-12 ചോദ്യം വെച്ച് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുകയാണെങ്കിൽ പരീക്ഷയുടെ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭാരമായിട്ട് ഈ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് തോന്നില്ല. അപ്പൊ ക്ലാസ് ഇഷ്ടമായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.